ഇലക്ഷന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഇനി കുറഞ്ഞ ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഇന്ന് UDFന്റെ തെരഞ്ഞെടുപ്പ് റാലിയാണ് നടക്കുന്നത്. എസ്റ്റേറ്റ് മുതൽ എഗരൂൽ വരെ. റാലിയാണ് കഴിഞ്ഞത്. എങ്ങനെയുണ്ടായിരുന്നു റാലി? സൂപ്പർ അല്ലേ? അപ്പോ അല്ല, ഇപ്രാവശ്യം സൂപ്പറാവും. ഓക്കെ ഓക്കെ, സൂരജ് ജയിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. റാലിയിലൊക്കെ പങ്കെടുത്തല്ലോ. എന്താണ് ഇത്തവണത്തെ നമ്മുടെ ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളത്? ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ബാലുശ്ശേരി മണ്ഡലത്തിൽ UDF തൂത്തുവാരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തടിസ്ഥാനം താങ്കൾ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നത് LDF വിരുദ്ധ വികാരം കേരളത്തിൽ ഒന്നായിട്ട് നിലനിൽക്കുകയാണ്. ആ തരംഗത്തിൽ ബാലുശ്ശേരി തീർച്ചയായിട്ടും ലഭിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു ഗംഭീരമായ മുന്നേറ്റമായിരിക്കും പ്രാവശ്യം ബാലുശ്ശേരി ഉണ്ടാവുക. വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. ഓക്കെ ഓക്കെ. UDF പ്രവർത്തകരെല്ലാം തന്നെ വളരെ ആവേശത്തിലാണ്. പ്രത്യേകം എന്താ പറയാണ്ടോ? നമ്മളെ UDF തരംഗം കേരളം ഒന്നായിട്ട് അത് ബാലുശ്ശേരി വഞ്ഞടി. എന്താണ് സാറല്ലേ ജയിക്കൂലേ? എല്ലാവരും ഒരിക്കൽ കൂടി ഇന്ന് നമ്മളുടെ പ്രകടനം നോക്കിയാൽ തന്നെ നമ്മളെല്ലാവരും പിടിച്ചത് ഒറ്റക്കൊടികളാണ്. നമ്മുടെ ചിഹ്നമായ കൈപ്പത്തിയുടെ കൊടിയാണ് ഇന്ന് പിടിച്ചത്. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരെല്ലാം തന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് കൈപ്പത്തി ചിഹ്നമുള്ള കൊടി പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് എസ്റ്റേറ്റിൽ നിന്ന് ആരംഭിച്ച് എങ്ങനെയൊക്കെ പ്രകടനം നടത്തിയത്. ബഹുമാനിയായ നമ്മുടെ UDF ചെയർമാനോട് ഞാൻ പറഞ്ഞു, നമ്മൾ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൊടി പിടിക്കുക എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് നമുക്കതിന്റെ ആവശ്യമില്ല, നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് VT സൂരജ്, അതുകൊണ്ട് നമുക്ക് കൈപ്പത്തി ചിഹ്നമുള്ള ഒറ്റ കൊടി മാത്രം മതി. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഉണ്ണികുള പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ ലീഡ് വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയാണ് നമുക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം വിചാരിക്കും മുസ്ലിം ലീഗിന്റെ കൊടി എവിടെയെന്ന്. നമ്മൾ ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ചേർന്നത് മുസ്ലിം ലീഗിന്റെ യുവ പ്രാസംഗികൻ സായി നടുവണ്ണൂരാണ്. നമ്മുടെ ചിഹ്നം കൈപ്പത്തിയാണ്. നമ്മുടെ ചിഹ്നത്തെ ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പഞ്ചായത്ത് റാലിക്ക് രൂപം കൊടുത്തത്. കൂടുതലായി ഞാനൊന്നും തന്നെ സംസാരിക്കുന്നില്ല. നേതാക്കന്മാർ ഇവിടെ പ്രതിപാദിക്കും. കേരള രാഷ്ട്രീയത്തെ കുറിച്ചോ നമ്മുടെ ഇന്ദിരാഗാന്ധിനെ കുറിച്ചൊന്നും ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നില്ല. നമ്മൾ ഉണ്ണികുളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികുളം പഞ്ചായത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ
നമ്മൾ പ്രിയങ്കരനായ MP-ക്ക് 7000 ചില്ലാനം വോട്ടാണ് നമ്മൾ ലീഡ് കൊടുത്തത്. UDF-ന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവർ നമ്മോടൊപ്പം ഉണ്ട്. ലത്തീഫ് ക, എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ റാലി കോളനികള്, പ്രധാനപ്പെട്ട സ്ഥലങ്ങള്, സ്ഥാനാർത്ഥി കഴിഞ്ഞ അംഗമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ എതിർ സ്ഥാനാർത്ഥി അദ്ദേഹം ഈ 60 മാസക്കാലം ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നു. അദ്ദേഹം വലിയ വികസനങ്ങളുണ്ട് എന്നാണ്. ചൂണ്ടിക്കാണാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. വർഷക്കാലമായി LDF-ന്റെ MLA ആണ് മാവേലിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ ചെറുപ്പക്കാരനായിട്ടുള്ള നമ്മള് പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പിതാവിനെ നമ്മൾ പരിചയപ്പെടുത്തി. അദ്ദേഹം സാധാരണ തൊഴിലാളിയാണ്. അങ്ങനെയുള്ള ഒരാളുടെ മകനാണ് ഇവിടെ ജനവിധി തേടുന്നത്. ഇന്നത്തെ റാലിയൊക്കെ വലിയ ഒരു ജനബാഹുല്യം കൊണ്ട് വലിയൊരു സംഭവമായി മാറുകയാണ്. വീടുകൾ കയറുമ്പോൾ ഒരു മാറ്റം അനിവാര്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പറയുന്നത് നമ്മുടെ അവശ്യ സാധനങ്ങളുടെ വില വർധന. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന വില പട്ടികയും ഇന്ന് പിണറായി വിജയന്റെ ഭരണകാലത്തുള്ള നമ്മുടെ വില പട്ടികയും പരിശോധിച്ചാൽ അറിയാം. എല്ലാ കുടുംബങ്ങളും അവശ്യ സാധനങ്ങൾ അല്ലെങ്കിൽ റേഷനിൽ നിന്ന് ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരണമെന്നാണ് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് 100% ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. VT സൂരജ് ബാലുശ്ശേരിയിൽ നല്ല ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുട്ടിക്കുളം ഗ്രാമപഞ്ചായത്തിൽ 5000-ലധികം വോട്ടിന്റെ ലീഡ് UDF-ന് ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് പ്രവർത്തകരും നേതാക്കളും. എന്താണ് ഈ തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി VT സൂരജ് പൂർണ്ണമായിട്ട് വിജയിച്ചു. ഈ 10 വർഷത്തെ ദുർഭരണത്തിനെതിരെയാണ് കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതാൻ പോകുന്നത്. ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഏതായിരുന്നാലും 9-ാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുകയും കേരളത്തിലെ ഒട്ടുമിക്ക 100 സീറ്റുകൾ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. 10 വർഷത്തെ ജനവിരുദ്ധ സർക്കാരിന്റെ ഭരണം കൊണ്ട് സാധാരണ ജനങ്ങൾ പൊറുതിമുട്ടിയ സാഹചര്യമാണുള്ളത്. അതിൽ നിന്നും ഒരു മോചനം ലഭിക്കാൻ വേണ്ടി കൃത്യമായും CPM-ന്റെ ആളുകൾ വരെ കാത്തു നിൽക്കുകയാണ്. അടുത്ത 9-ാം തീയതി പോളിംഗ് ബൂത്തിലെത്തി കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത് UDF വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരാൻ വേണ്ടി തീർച്ചയായും UDF അധികാരത്തിൽ വരും. സാറല്ലേ? സാറായിരിക്കും, അതൊരു സംശയം വേണ്ട. പരിപാടി